നമസ്കാരം, മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റോ കൊല്ലഞ്ചേരി. ഈ വർഷം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന മഞ്ഞപ്ര നടുവട്ടം ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ 1985-86 കാലഘട്ടത്തിൽ പ്രവേശനം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്മൃതി മധുരം എന്ന് പേരിട്ട പരിപാടിയുടെ വിശേഷങ്ങൾ കാണും. വിശ്വനായക വിപ്രഭാപൂരത്താൽ വിശ്വമാനെ തിളങ്ങട്ടെ നിൽക്കുന്നു. വശ്യസുന്ദരമാഭൂമി ലോകത്തിൽ ക്ലേശമെല്ലാം അകല കഴിയണേ. അന്ധകാരമകലാനി ലോകത്തിൽ ബന്ധുമീ എല്ലാ കാരന്തയാമിനി സന്തതം നിൻകരുണതൻ ദീപത്താൽ അന്തർനേർ വഴി കാട്ടിത്തരേണമേ. പാലം പാലിനും താവല്യമെന്തിനും പൂരിയും മാനസം നന്മയാൽ പൂരിതമായി തീരാൻ കഴിയണേ. അന്ധകാരമകലാനി ലോകത്തിൽ ബന്ധുമിയല്ലാതാരന്തയാമിതേ. 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂൺ മാസത്തിൽ ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തെത്തിയവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. അന്ന് നമ്മൾക്കറിയില്ലായിരുന്നു ഈ കാലഘട്ടം ഇത്രമേൽ സുന്ദരമായിരിക്കുമെന്ന്. ഇവിടുത്തെ ഓരോ ക്ലാസ് മുറിയും അധ്യാപകരും ഈ തിരുമുറ്റവും കല്ലുകളും മരങ്ങളും പൂക്കളും എല്ലാം തന്നെ നമ്മുടെ ബാല്യകാലത്തെ അതിസുന്ദരമാക്കി തീർത്തു. തുറന്നു കിടക്കുന്ന ക്ലാസ് മുറികൾ, വിശാലമായ മൈതാനം, ആടിക്കളിക്കാൻ പാകത്തിൽ ചാഞ്ഞു കിടക്കുന്ന കശുമാവുകൾ, ഒഴിവു സമയങ്ങളിൽ സ്നാക്സായി കഴിക്കാറുള്ള തല്ലിത്തേങ്ങ, അത് തല്ലിച്ചതയ്ക്കാൻ പറ്റിയ വലിയ പാറക്കല്ലുകൾ, ഇരുന്ന് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കൂളിന്റെ പടവുകൾ എല്ലാം തന്നെ ഓരോ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നു. ഇന്നത്തേതുപോലെ നമ്മുടെ കാലഘട്ടം അത്ര തന്നെ സമ്പന്നമായിരുന്നില്ല എങ്കിലും കിട്ടുന്ന കൊച്ചു കൊച്ചു പൈസ കൊണ്ട് നമ്മൾ വാങ്ങിക്കൂട്ടിയ നാരങ്ങ മിഠായി, സിഗരറ്റ് മിഠായി, പപ്പട മിഠായി, അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരമായ പുളിമിഠായി, ചൗമിഠായി, ഇതെല്ലാം നമുക്ക് എത്രയെത്ര ഓർമ്മകൾ സമ്മാനിക്കുന്നു. പിന്നെ ഇതുപോലുള്ള പരിപാടി ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് DABS സ്കൂളിൽ നടത്താൻ തീരുമാനിച്ചത്, നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നമ്മൾ ഊർജിതമായിട്ട് എല്ലാവരും ഡെയിലി അല്ലെങ്കിലും ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസമാണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ 1 ദിവസമായാലും, ചിലപ്പോൾ മാസത്തിൽ 1 ദിവസമായാലും ഗ്രൂപ്പിൽ സജീവമായിരിക്കുന്ന സുഹൃത്തുക്കള് ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുടുംബവിശേഷങ്ങള്, മറ്റുള്ള വിശേഷങ്ങള്, സമൂഹ വിശേഷങ്ങള്, ഇതൊക്കെ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ എടുത്ത് ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു സംഗമം നടത്തിക്കൂടാ എന്നൊരു തീരുമാനം വന്നപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ചർച്ചകൾ വന്നു. അപ്പൊ നമ്മളൊരു തീരുമാനം കൊണ്ടുവന്നപ്പോൾ മറ്റുള്ളവർ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ എല്ലാവരും കൂടി തീർത്ത തീരുമാനം മറ്റുള്ളവരെ എല്ലാവരെയും ഗ്രൂപ്പിൽ സജീവമല്ലാത്ത മറ്റുള്ള അംഗങ്ങളെ കൂടി അറിയിക്കുകയും ചെയ്തപ്പോൾ അവരെല്ലാവർക്കും വളരെ നല്ല കാഴ്ചപ്പാട് കൂടിയാണ് ആ തീരുമാനത്തെ അംഗീകാരം കൊടുത്തത്. അങ്ങനെയാണ് നമ്മൾ ഈ പരിപാടിയെ കുറിച്ച് തീരുമാനം എടുക്കാൻ കാരണം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നല്ല എൻ്റെ മക്കൾക്കും തന്നെ ഞാൻ പറയാം, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇവിടെ പലരും ഇരുന്ന് സംസാരിച്ചാൽ പോയാൽ നിന്ന് വേണം എന്നൊക്കെ ചോദിച്ചു. 90 വയസ്സായി എനിക്കിപ്പോൾ. എന്നാലും ഞാൻ അങ്ങനെ ആടെ മുമ്പിൽ ഇരുന്നിട്ടില്ല, നിന്ന് തന്നെ ജീവിച്ചിട്ടുള്ളൂ. ഇവിടെ വന്നത്
9ാമത്തെ വിദ്യാലയമാണിത് എൻ്റെ സർവീസിൽ. ഇന്ന് ഈ വിദ്യാലയം കാണിപ്പോൾ എനിക്ക് ഒരു വലിയ പാട്ട് ഓർമ്മ വരാണെങ്കിൽ ഒരു സിനിമയിലെ മുഴുവൻ എനിക്ക് അറിഞ്ഞ പാടിയാണ്. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം എന്നൊരു പാട്ടുണ്ട്. ആ മോഹം എനിക്കിപ്പോൾ വാസ്തവത്തിലുണ്ട്. ഇവിടെ ഇരുന്നാൽ കൊള്ളാമെന്നല്ല, പക്ഷെ നിവൃത്തിയില്ലല്ലോ. 1990 മാർച്ച് മാസത്തിൽ കുട്ടപ്പൻ സാറിന് ചാർജ് കൊടുത്ത് ഇറങ്ങിപ്പോണ്ടാവുന്നില്ല ഞാൻ. അതുകൊണ്ട് ആ മോഹം വെറുതെ അതിൻ്റെ പിന്നീട് ഒരു വഴി വെറുതെയാണെങ്കിലും മോഹിക്കും. അറിയാവുന്നവരൊന്നും ഇല്ല, നല്ല കാര്യം തന്നെ. അങ്ങനെ മോഹിച്ചിട്ട് കാര്യമില്ലെങ്കിലും മോഹിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഇതുണ്ട്. 2 സമയത്ത് എൻ്റെ കണ്ണുനീര് വന്നത്. ഒന്ന്, ആ മാർച്ച് മാസത്തിൽ പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ ഇനി ഈ ജീവിതം എനിക്കില്ലല്ലോ, അധ്യാപക ജീവിതം എനിക്കില്ലല്ലോ എന്നുള്ളത് ചിന്തിച്ചപ്പോഴും എൻ്റെ കുട്ടികളുടെ മുഖങ്ങൾ ഓരോന്നോരോന്ന് ഓർത്തപ്പോഴും എനിക്ക് വളരെ വിഷമം തോന്നി. പക്ഷെ കരയാൻ നിർത്തിയില്ല. കരഞ്ഞാൽ അതൊരു സ്ത്രീത്വമായി, പെണ്ണുങ്ങളുടെ മാതിരി കരയാൻ എനിക്ക് പറ്റണ കാര്യമല്ല. എല്ലാവരും ഞാൻ കരഞ്ഞില്ല. വല്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, ഒരു ജോലി റിട്ടയർ ആവുന്നതൊക്കെ സാധാരണയല്ലേ, അതിനൊക്കെ വലിയ വിഷമിക്കാനുണ്ടെന്ന് വെച്ചു. അത് ഞാൻ പറഞ്ഞു, വെറുതെ വീട്ടിലിരുന്ന് നിനക്ക് അറിഞ്ഞുകൂടാതെ അതിൻ്റെ വിഷമം. അത് കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോഴേ എനിക്ക് അറിയുള്ളൂ. ആ ജൂൺ മാസത്തിൽ സത്യത്തിൽ ഞാൻ അമ്പലത്തിൽ നടക്ക ചെന്നിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾ പോകുന്ന കാണാൻ വേണ്ടി. അത് മനസ്സിന് ഒരു വലിയ സന്തോഷമാണ്. അതാണ് കാര്യം. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോടൊക്കെ ചില കാര്യങ്ങളിൽ മാപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം നല്ല പിഴ കിട്ടിയിട്ടുണ്ട്, ഇല്ലായിരുന്നില്ല. ഞാൻ ഒട്ടും കുറച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേണം. പക്ഷേ ആ ഓരോ അടി കഴിയുമ്പോഴും എൻ്റെ മനസ്സിന് കിട്ടുന്ന അടി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ പ്രിയ കുട്ടികളെ, എൻ്റെ സ്വന്തം മോനുണ്ട്. അവൻ ഇടയ്ക്ക് പറയാറുണ്ട്, അമ്മയ്ക്ക് അമ്മയുടെ സ്കൂളിലത്തെ കുട്ടികളുടെ കാര്യം കൂടുതൽ ഇതുള്ളൂ, ശ്രദ്ധയുള്ളൂ. ഞങ്ങളുടെ കാര്യമൊന്നും അത്രയ്ക്ക് നോട്ടമില്ല. 2 മക്കളും പറയാറുണ്ട്, ഞാൻ കറക്റ്റ് ടൈമിന് ഇങ്ങോട്ട് വരേണ്ട നേരമാകുമ്പോഴുണ്ടല്ലോ, ഇനി വേണമെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിച്ചോ, ഏതെങ്കിലും എടുത്തിട്ടിട്ട് പോരെ, വാതിൽ പൂട്ടണം എന്ന് പറഞ്ഞ് ഞാൻ ഓടി ഇങ്ങോട്ട് എത്താറുണ്ട്. ഇവിടെ വരുമ്പോൾ ഞാനല്ലാണ്ടോ, ഞാൻ തന്നെയാണ്. പക്ഷെ എൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കൊഞ്ചുള്ള വർത്തമാനം, ആ കളി ചിരി, അതൊക്കെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. എത്ര വലിയ ഡോക്ടറായാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് എൻ്റെ കൊച്ചു ശ്രീവിദ്യകുട്ടി തന്നെയാണ്. രാജീവിൻ്റെ പെങ്ങള് മാമാട്ടിക്കുട്ടി തന്നെയാണ് ഇല്ലേ, ബിന്ദു, ജിഷി സെബാസ്റ്റ്യൻ, അല്ല ജോഷി പാപ്പച്ചൻ, ജിഷി പാപ്പച്ചൻ. നിങ്ങളുടെ ഇനീഷ്യൽ കൂടാതെ എനിക്ക് ആരുടെയും പേര് പറയാൻ കിട്ടണില്ല. ബെന്നി, ഷിജോ, നൈജു ഒരു നാണം കുണിങ്ങിയാണ്, ടിറ്റോ, ടിബിൻ, പിന്നെ ടിറ്റി, ഇവരൊക്കെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നെ. ഇപ്പൊ ഞാനൊരു വേറെ കൂട്ടുകൂടിയിട്ടുണ്ട്. ടിറ്റോന്റെ കാല് മാറി. ഇവിടെ നിന്നൊക്കെ കുറച്ച് വയസ്സായി തോന്നിയപ്പോൾ വയസ്സന്മാരെ ഞങ്ങളെ കുറച്ചുകൂടി ചെറുപ്പക്കാരാക്കാനും കുറച്ച് ആക്റ്റീവ് ആക്കാനും ഒരു സംഘടന തുടങ്ങിയിട്ടുണ്ട്. സാർ അറിഞ്ഞോ? GSM എന്നാണ് പേര്. പള്ളി സ്കൂളിലെ ജോസഫ് സാറിന്റെ വിശാലമായ പറമ്പും അവിടെ ഒരു ഫാമൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങളെ മാസത്തിൽ ഒരു ദിവസം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ സൂത്രധാരൻ നമ്മുടെ ടിറ്റോ ആണ്. എൻ്റെ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അതിൽ കയറി പറ്റിയത്. പിന്നെ വല്ലപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു ഉത്തരവാദിത്വം ഞാൻ ഏൽക്കൂല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ വരാം. അവിടെ പോയി വരുമ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞതായിട്ട് തോന്നും. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മള് മൂഷികശ്രീ, വീണ്ടും മൂഷികശ്രീ തന്നെ അങ്ങോട്ടാവും. അങ്ങനെ മനസ്സിന് നല്ല സന്തോഷമൊക്കെ ഉണ്ട്. ഓടിയെത്താൻ പറ്റൊന്നുമില്ല, എന്നാലും ഇത് ഈ ആത്മാവ് അവിടെ പോകുന്ന വരെ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ ഉള്ളൂ. അത് തന്നെ. പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടി നമ്മളെ സഹായിക്കാൻ ഉണ്ട്. ഞങ്ങൾ സഹായിച്ചെങ്കിൽ ഞങ്ങൾ അതിനേക്കാളും സഹായം ആവശ്യപ്പെടുന്ന സമയത്താണ് നിങ്ങളുടെയൊക്കെ കരങ്ങൾ ഞങ്ങളെ വന്ന് പുൽകുന്നത്. അയ്യോ അതെൻ്റെ കുട്ടിയാണ്, അതെൻ്റെ കുട്ടിയാണ്. ടീച്ചറിനെ വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് മുഖം ഓർമ്മ വന്നില്ലെങ്കിൽ അവനൊന്ന് കണ്ണടയ്ക്കും. അപ്പോൾ ആ കുട്ടിക്കാലത്തെ ഓർമ്മ, ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ടീച്ചർ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു വേദി ഒരുക്കി ഇങ്ങനെയൊന്ന്
പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഇങ്ങനെ ഇവിടെ വന്ന് ചേരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു 3-4 മാസം മുമ്പ് ഞാൻ ചുള്ളി സ്കൂളിലായിരുന്നപ്പോൾ അവിടെ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ട് ഇങ്ങനെയൊന്ന് നടത്തിയിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഒത്തിരി സന്തോഷമുണ്ടായി. അതുപോലെ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ എല്ലാവരെയും ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും പഴയ കുട്ടികളെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ പഠിപ്പിച്ച കുട്ടികളെ ഞാനൊക്കെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങലൊക്കെ കുറവാണ്. അപ്പോൾ പലരെയും കാണാൻ പറ്റില്ല. വല്ലപ്പോഴും അമ്പലത്തിലോ അല്ല എവിടെയെങ്കിലും വെച്ച് കണ്ടെങ്കിലായി. അപ്പോൾ കണ്ടാൽ വീണ്ടും പരിചയപ്പെടുന്നു ഉള്ളു. എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അന്നേരം അറിയാൻ പറ്റുന്നിടത്തോളൊക്കെ അന്വേഷിക്കും. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എനിക്ക് എറണാകുളം ജില്ലയിൽ ആദ്യമായി ജോലി കിട്ടി വന്നത് ഈ സ്കൂളിലേക്കാണ്. അതുപോലെ എൻ്റെ വിവാഹവും ഈ 85-ലായിരുന്നു. അങ്ങനെ നിങ്ങളെനിക്ക് ഏറ്റവും ഞാൻ വന്നപ്പോൾ സ്കൂളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുമുഖം നന്നായി ഓർക്കുന്നുണ്ട്. എൻ്റെ എന്നും നിങ്ങൾ പ്രിയപ്പെട്ടവർ തന്നെ ഇപ്പോൾ എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിക്കുകയും ക്ഷണിക്കുകയും പരസ്പരം കാണാനും നിങ്ങളെ കാണാനും അവസരം ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങളെ സ്മൃതിയിൽ മധുരം തന്ന് അനുഗ്രഹിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. നിങ്ങളെ കാണാനും സംസാരിക്കാനും എനിക്ക് അവസരം തന്ന എല്ലാ കുട്ടികളോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിങ്ങൾക്ക് എന്നും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളല്ല, ഇപ്പോൾ അച്ഛന്മാരും അമ്മമാരൊക്കെ ആയവരാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരും അറിയാൻ പറ്റിയില്ല. പേര് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാര്യം. കഞ്ഞി കഴിഞ്ഞാൽ വന്ന് ആള് എന്നെ കുറേ പേര് സഹായിച്ചവരുണ്ട്. പിന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലരെ മാത്രം കണ്ടാൽ അറിയും, പിന്നെയുള്ളവരൊന്നും കണ്ടാൽ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ എന്നെ കൂടി വിളിച്ചപ്പോൾ ഞാനില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ടീച്ചർമാർ എല്ലാവരും ഒന്ന് കാണാമോ എന്ന് ഓർത്ത് അങ്ങനെയാണ് ഞാനിതിനെ സംബന്ധിച്ചത്. എനിക്ക് മടിയായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇന്ന് എത്തി. ഇന്നലത്തോടെ ഞങ്ങളിവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ ഞങ്ങളിവിടെ അനുഭവിച്ചു എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ അനുഭവിച്ചു. ഞങ്ങളുടെ മുറ്റത്തും അവിടെയൊക്കെ ഞങ്ങൾ വെറുതെ ഇരിക്കുകയായിരുന്നു, കുറേ നേരം സംസാരിച്ചു. അതിൽ നിന്ന് നമ്മൾ ആ പഴമയിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിച്ചു. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. എങ്ങനെ ഈ സംഭവം ഉണ്ടായി, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായി എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളതിന് കടപ്പെട്ടിരിക്കുന്നത് ശരിക്കും കണ്ട വ്യക്തികൾ 3 പേരുണ്ടാവും. ഞാൻ പറയാം. ആദ്യം ശരിക്കും നമ്മുടെ SNDP ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ ആശയും പ്രസാദും കൂടി കണ്ടുമുട്ടിയ ഒരു നിമിഷമാണ് ഇന്ന് നമ്മളിവിടെ എത്തിച്ചേരുന്നത്. എല്ലാവരും കൈ അടിച്ചതായി അവരാ എഫേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കൈയടി കൊടുക്കേണ്ടത് തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ പ്രശാന്തുണ്ട്. മറ്റ് അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ ഇവിടെ എല്ലാവർക്കും അറിയാലോ, എൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ. വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ പ്രസാദിനെ വഴിക്ക് വെച്ച് കാണുകയാണ്. അപ്പോൾ പ്രസാദ് എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലായിടത്തും റീയൂണിയൻ പോലുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ ഹൈസ്കൂളിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും നമ്മുടെ JBSC പഠിച്ച കൊച്ചു കൂട്ടുകാരെ നമ്മൾ ഇവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പിള്ളേരെ ഒന്ന് കൂട്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആശ അത് ചെയ്യണം. അവന് സമയക്കുറവുണ്ട്, പിന്നെ മൊബൈലിൽ ചെയ്തുള്ള കുറവാണ്, പരിചയം കുറവാണ്, ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴോ എപ്പോഴും ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കും നിങ്ങളെയൊക്കെ കാണാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷം.
പക്ഷെ ഞാൻ അത് കഴിഞ്ഞപ്പോഴും 2 ദിവസത്തേക്ക് മടിച്ചു നിന്നു. കാരണം പതുക്കെ മതി, എങ്ങനെ ഈ ഫോൺ നമ്പറുകൾ തപ്പിയെടുക്കും, ഈ പിള്ളേരെയൊക്കെ കണ്ടിട്ട് ഇത്രയും വർഷമായി, അങ്ങനെയുള്ള കുറേ ഒരു സംശയങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ പ്രസാദ് പിറ്റേ ദിവസം തുടങ്ങി വീണ്ടും വിളി തുടങ്ങി, മെസ്സേജുകളായി, വേഗം ഒന്ന് രൂപീകരിക്കണമെന്നും പറഞ്ഞങ്ങ് തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാം എന്ന് വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി. എൻ്റെ കയ്യിലാകെ ജിഷിയുടെ നമ്പർ പറ്റുണ്ടായിരുന്നുള്ളൂ, ഞാൻ അതേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പ്രശാന്തും പ്രസാദൊക്കെ കൂടി ഫോൺ നമ്പറുകളൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ 22/4 നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇത്രയും മാസത്തിനോടകം തന്നെ നമുക്കൊരു റീയൂണിയൻ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഒരു വിജയം തന്നെയാണ്, നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പിരിഞ്ഞുപോയ 2 ഗുരുനാഥന്മാരുണ്ട്. ഒന്ന് മണിയമ്മ ടീച്ചറും കുട്ടപ്പൻ സാറും, പിന്നെ കൂടെ പഠിച്ച ബിജുവും. പിന്നെ ഇന്നേ ദിവസം നമ്മുടെ കൂട്ടുകാരൻ ബേബിയുടെ ചേട്ടൻ ഒരു ആക്സിഡന്റ് മൂലം മരിച്ചിട്ടുണ്ട്. പിന്നെ വയനാട് ദുരന്തത്തിൽ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും, ഇന്ന് രാഷ്ട്രീയ കലാ സാഹിത്യ രംഗത്ത് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയവരും എല്ലാവരെയും നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായിട്ട് പ്രാർത്ഥിച്ച് അനുശോചനം നേരിടും. കടമയിലേക്കാണ് ഞാൻ ആദ്യം തന്നെ കടക്കുന്നത്. മറ്റു വാക്കുകളൊക്കെ കൂടെ വരുന്നവർ സംസാരിച്ചോളൂ. അപ്പോൾ തന്നെ നമ്മൾ സമയം ഒരുപാട് വൈകിയിരിക്കുകയാണ്. ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട്, ചെറുപൂന്തോപ്പിനെ പനി നീറുരയ്ക്കുന്നു, മധുവിൻ മത്താൽ പാറി മൂടുന്നു മധുപങ്ങൾ, മധുരമി ജീവിതം ചെറുതാണെന്നാകിലും, ആരെല്ലൻ ഗുരുനാഥ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നോ. വിശേഷങ്ങളൊന്നും അല്ലല്ലോ. എന്നിട്ട് കുട്ടികൾ ഇത്ര കുറവ്, കൊറേ പേര് മുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഞാൻ കാര്യം വിളിക്കാൻ പോവുക. ഷിജു പിടി വന്നിട്ടുണ്ടോ? സൂര്യമോൾ വിജി, ശ്രീവിദ്യ, ഈ കുട്ടികളുടെ ഇടയിൽ എന്താ ഒച്ചപ്പാടുണ്ടാകുന്നത്? വിനോദ് വി കെ, ഷിജു സിയാർ, ആശ വി ജി, ബിന്ദു എ പി ആബ്സെന്റ്, രാജു ടി ഡി, ഷൈജു കെ വി. ഷൈജു വന്നിട്ടില്ലേ? അപ്പുറത്തെ പറമ്പില്. പ്രസാദ് സി കെ. ഓർക്കം പറയും. ടീച്ചർക്ക് വയസ്സായി, ചെവിയൂല. സന്തോഷ് എടി, ഷൈജു എജി, ജിഷി സി പി, ധന്യ സി കെ, പ്രശാന്ത് കെ ജി.